നേരെ ഒരുപാടായി. രാഘവേട്ടനി പോ, അല്ലെങ്കിൽ ഇവിടുന്ന് എന്തെങ്കിലും കഴിക്കും. വേണ്ട, നീ ആ ടോർച്ചിനെടുത്ത് വീട് വരെ ഞാനും വരാം. നിനക്ക് ഞാൻ ശല്യമായല്ലേ? എന്താ രാഘവേട്ടായി പറയണത്? ഒരേ കാര്യം തന്നെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്ന മനസ്സമാധാനം ഇല്ലാണ്ടാവുന്നല്ലാതെ ഒരു കാര്യമില്ല. ഓർക്കാൻ ഒരു കാര്യമല്ലല്ലോ ഉള്ളത്. അച്ഛനറിയോ, ഇടയ്ക്കിടയ്ക്ക് സ്ഥലമാറ്റങ്ങൾ ഉണ്ടാകുമ്പോ കുട്ടികളുടെ പഠിത്തം തകരാറിലാകുമല്ലോ എന്ന് കരുതിയാ അവരെ ഞാൻ വീട്ടിൽ തന്നെ താമസിപ്പിച്ചത്. റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോറത്തിൽ കിട്ടുന്ന രുചിയില്ലാത്ത ഭക്ഷണം കഴിച്ച എന്റെ ജീവിതത്തിന്റെ നല്ല പങ്ക് ഞാൻ തള്ളി നീക്കിയത്. ഒരു ചായ കുടിക്കുമ്പോ പേടിയാ, ആ കാശ് വീട്ടിലെത്തിക്കാമല്ലോ എന്ന് ചിന്തിക്കും. മക്കൾ പഠിച്ചു വലിയവരാകണം. അവരുടെ സ്കൂൾ തുറക്കുന്ന സമയമാകുമ്പോ ആദ്യ പുസ്തകങ്ങൾ വാങ്ങണം, നല്ല ഉടുപ്പ് വാങ്ങണം. മക്കൾക്ക് വേണ്ടി മാത്ര അവള് ഞാൻ അകന്നും ജീവിച്ചത്. അതൊന്നും സാരാക്കണ്ടെന്നേ. സത്യത്തിൽ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുക. മക്കളുണ്ടാകാൻ അനേക അമ്പലങ്ങളിൽ പോയി നിങ്ങൾ നേർച്ചയും കാഴ്ചയും വെച്ചല്ലോ. ഇപ്പോ മക്കളില്ലെന്നുള്ള ദുഃഖമല്ലേ ഉള്ളൂ. ഉള്ള മക്കളൊരു ശാപമായി തീരുന്നു എന്ന ദുഃഖമില്ലല്ലോ. ഇറങ്ങട്ടെ. നീ ഇതുവരെ ഉറങ്ങിയില്ലേ? ഇത്രയും വർഷത്തിനിടയ്ക്ക് നിനക്ക് വിഷമുണ്ടാക്കുന്ന ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല. നീ അതിന് അവസരം ഉണ്ടാക്കിയിട്ടുമില്ല. അപ്പോഴത്തെ വിഷമത്തിന് പറഞ്ഞ മറന്നുകള. വാ, നേരെ ഒത്തിരിയായി. നമ്മൾ സടകുടഞ്ഞ് എഴുന്നേക്കേണ്ട സമയമായിരിക്കുന്നു. ഒരു കണക്കിന് പറഞ്ഞാൽ വൈകി എന്ന് തന്നെ പറയാം. എന്നാലും പെട്ടെന്നൊരു ബന്ധം നടത്തുമ്പോ ഈ പൊതുജനങ്ങൾ അതിനെ പൊതുജനങ്ങളുടെ കാര്യം കള. മാനങ്കരയിൽ മാത്രമായിട്ടൊരു ബന്ധം നടത്തുമ്പോ എന്താ കുഴപ്പം? RDPയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ഒച്ചയും ബഹളവും ഇപ്പൊ ഉണ്ടാക്കിയേ പറ്റൂ. അതെ, അതുകൊണ്ട് വരുന്ന 3-ാം തീയതി നമ്മൾ ബന്ദ് പ്രഖ്യാപിക്കുന്നു. അതെ, മറ്റേ 3-ാം തീയതി എന്താ ആഴ്ച? വെള്ളിയാഴ്ച ആണല്ലോ. എന്നാ അന്ന് ബന്ധു വേണ്ട, എന്റെ മൂത്ത മകളുടെ കുഞ്ഞിന്റെ ചോറൂണാ. എന്നാ 4-ാം തീയതി ഓക്കെ. അപ്പോ 4-ാം തീയതി നമ്മൾ ആഞ്ഞടിക്കുന്നു. കൊടികളും പോസ്റ്ററുകളും മാനങ്കരയിൽ അങ്ങോളം ഇങ്ങോളം ഉയരണം. വിലക്കയറ്റത്തിനെതിരെയുള്ള ഒരു കൊടുങ്കാറ്റായി മാറണം നമ്മുടെ ബന്ദ്. ജനജീവിതം സ്തംഭിക്കണം, പോലീസ് ഞെട്ടണം, സർക്കാർ ആടി ഉലയണം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇങ്ങനെയൊന്നുമല്ല ഞാൻ വിചാരിച്ചിരുന്നത്. എന്നോട് ഇതൊക്കെ ഇനിയും പറയണോ? റിട്ടയർ ചെയ്ത് നാട്ടിലേക്ക് വരുമ്പോ അച്ഛൻ ഒരുപാട് മോഹങ്ങളുണ്ടായിരുന്നു. അതിലേറ്റവും വലുതായിരുന്നു നിന്റെ കല്യാണം. നമ്മുടെ മുറ്റത്തൊരു വലിയ പന്തല്, എല്ലാ കാര്യങ്ങളും നോക്കി ഓടി നടക്കാൻ നിന്റെ ചേട്ടന്മാര്, അങ്ങനെ പലതും. അന്ന് കൂട്ടുകാരോടൊക്കെ അച്ഛൻ പറയുമായിരുന്നു, നിന്റെ കല്യാണത്തിന് ക്ഷണിക്കും, എവിടെയായിരുന്നാലും ഓടിയെത്തണം. ഒന്നും പറ്റിയില്ല. എന്റെ മോക്കിതായിരിക്കും വിധി. അച്ഛനെ ശപിക്കരുത്. വഴിയോരത്ത് വെച്ച് കല്യാണം നിർത്തി മോളെ ഒഴിവാക്കുകയാണെന്ന് വിചാരിക്കരുത്. അച്ഛൻ അങ്ങനെയൊന്നും പറയരുത്. എനിക്കൊരു വിഷമമില്ല. ഇനി ഒരു പുറപ്പെടാൻ നോക്കിക്കോട്ടെ അല്ലേ രാഘവേട്ട? വീട്ടിൽ വന്നിട്ട് ഇനിയൊരു യാത്ര പറച്ചിൽ ഞങ്ങൾക്ക് വിഷമാവും. ചെല്ല്. പുതിയ സ്ഥലത്ത് ജോയിൻ ചെയ്തതിന് ശേഷം ഒരു ദിവസം ഞങ്ങൾ വരാം. വരുമ്പോ കുറച്ചു ദിവസം അവിടെ താമസിക്കാൻ കൂടി തയ്യാറായിട്ട് വേണം വരാൻ. ഭാഗ്യമുള്ള കുട്ടിയല്ലേ ഇതിക. എന്നാലും ഒരു അനാഥ കുട്ടിയെ പോലെ പോയ വണ്ടി വിളിച്ചോളൂ. ശരി.
രാഘവേട്ട, ഇങ്ങനെയുള്ള സമയത്താണ് നമുക്ക് ധൈര്യം വേണ്ടത്. ദൈവം നമ്മളെ കൈവിടില്ല. ദൈവം എന്നെ കൈവിട്ടു. രാഘവേട്ട അങ്ങനെയൊന്നും പറയരുത്. ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. സമാധാനായിട്ടിരിക്കൂ. ഈ ആശുപത്രിയുടെ മെഡിക്കൽ ഷോപ്പിന്റെ കാര്യത്തിൽ നമ്മൾ എന്ത് നിലപാടെടുക്കും? അടപ്പിക്കണം. ബന്ധു പൂർണ്ണമാവണമെങ്കിൽ ആശുപത്രി അടപ്പിക്കണം, മെഡിക്കൽ ഷോപ്പ് അടപ്പിക്കണം. അപ്പൊ ഈ ഇലക്ട്രിസിറ്റിയുടെയും പാൽ വിതരണത്തിന്റെയും കാര്യത്തില് എന്തത്ര സംശയം? ബഹുജനങ്ങൾക്ക് ജീവിക്കാൻ അത്യാവശ്യമുള്ള എല്ലാ സ്ഥാപനങ്ങളും സ്തംഭിപ്പിക്കണം. അതാണ് വേണ്ടത്. ഇതിത്ര ചോദിക്കാനൊക്കെ ഉണ്ടോ? എടോ പ്രഭാകര, ഏ? ഒന്നവിടെ നിൽക്കുക. ഭാനുവെടുത്ത് ആസ്പത്രിയില്ല. എന്താ അസുഖം? ഒരു നെഞ്ചുവേന വന്ന് ബോധം കെട്ടു വീണു. ഓഹോ, അച്ഛനെ അറിയിച്ചില്ലേ? അച്ഛൻ ആസ്പത്രിയിലുണ്ട്. ഉണ്ടല്ലോ, അപ്പൊ കുഴപ്പമില്ല, പറഞ്ഞാ മതി. 4-ാം തീയതി ബന്ധാണേ, ഞാൻ സമയം പോലെ വന്ന് കണ്ടോളാം. ചലോ. ആ, ഒന്ന് വേഗം നോക്കേണ്ട KRP. 4 മണിക്ക് മുമ്പ് 2000 കോപ്പി അടിക്കാനുള്ളതാ. അവസാനം വാക്കുകൾ നന്നായില്ലേ എന്നെ കുറ്റം പറയരുത്. അയ്യോ, വാക്കുകൾ നന്നായിരിക്കണം. ഓരോ വാക്കും ഓരോ ചാട്ടുളി പോലെ ഇരിക്കണം. RDP-ക്കാരന്റെ ആത്മാവ് കിടന്നുരിക്കണം. അപ്പൊ കുറച്ച് സമയം എടുക്കും. മോനെ പ്രകാശ, എന്താ, എന്ത് വേണം? KRP ഇപ്പൊ കാണാൻ പറ്റൂല. ഒരു വിവരം പറയാണ്ടായിരുന്നു. ഒരു വിവരം ഇപ്പൊ പറയാൻ പറ്റില്ല. പോണം മിസ്റ്റർ. ഒരു അത്യാവശ്യ കാര്യമാണ്. അതിനേക്കാളും വലിയ അത്യാവശ്യ കാര്യമാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. RDP-യുടെ ബന്ധിനെതിരെ ജനലക്ഷങ്ങൾ ഇളക്കി വിടാനുള്ള നോട്ടീസ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് KRP. മനസ്സിലായി? അച്ചുവേട്ടന് എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട. അമ്മ നെഞ്ചുവേനായിട്ട് ആസ്പത്രി കിടക്കുക. ആ സാരല്ല, അമ്മയല്ലേ. KRP-യുടെ മറ്റൊരു അമ്മയുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിലാ. ഭാരതം എന്ന നമ്മുടെ എല്ലാവരുടെയും അമ്മ, ഭാരത മാതാവ്. ഏത് ആശുപത്രി? KRP സമയം പോലെ നോട്ടീസ് എഴുതൂ. നിങ്ങളൊന്ന് പോണം മിസ്റ്റർ. നിങ്ങളാണല്ലേ പറഞ്ഞേ? എഴുതൂ. ഇപ്പൊ എവിടെ എത്തി? ഭരണപക്ഷത്തിന്റെ ക്രിയാത്മകമായ പ്രവർത്തനത്തിന് വേണ്ടി. അങ്ങനത്തെ വാക്കുകൾ തരട്ടെ. അധികം സംസാരിപ്പിക്കണ്ട കേട്ടോ. ഇത്തിരി കഞ്ഞിയാ. ഭാനുവെടുത്തേക്ക് ഇപ്പൊ സുഖമുണ്ടെന്ന് ടീച്ചർ വന്ന് പറഞ്ഞു. ഒന്നും കൊടുക്കണ്ടെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ആയിക്കോട്ടെ, കഞ്ഞി രാഘവേട്ടന് കുടിക്കാലോ. ഇപ്പൊ എങ്ങനെയുണ്ട് എടുത്തി? പ്രഭയും പ്രകാശനെയും ഒന്നും കണ്ടില്ലല്ലോ അച്ചോ. അത് അവരിത് അറിഞ്ഞിട്ടില്ലല്ലോ. 4 കൂടിയ വഴി വെച്ചിട്ട് പ്രശാന്തനെ കണ്ടു. അവൻ കുട്ടിയല്ലേ, വെറുതെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി ഞാനൊന്നും പറഞ്ഞില്ല. ചിലപ്പോ ഈ വിവരം അറിഞ്ഞിട്ട് എല്ലാവരും കൂടി ഇപ്പൊ ഇവിടെ എത്താനും മതി. അച്ചു വന്നേ. എന്തേ? നീ പ്രഭയം പ്രകാശനെ കണ്ടില്ലേ? അച്ചു, നിന്നെ ഞാൻ ഇന്നോ ഇന്നലെ കാണാൻ തുടങ്ങിയല്ല. രണ്ടുപേരെ നീ കണ്ടു, നിന്റെ മുഖം കണ്ടറിയാം. എന്താ രാഘവേട്ട ഈ പറയണത്? നേര് പറ, നീ അവരെ കണ്ടില്ലേ? അതല്ലല്ലോ നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം. വെറുതെ ഒന്ന് അറിയാൻ വേണ്ടിട്ടാ. അതൊക്കെ കള രാഘവേട്ട. രാഘവേട്ടൻ ഇപ്പൊ എന്താ വേണ്ടത്? രാഘവേട്ടന്റെ എന്താ ആവശ്യത്തിന് ഞാനുണ്ട്, ടീച്ചറുണ്ട്. വേറെ എത്ര പേരെ വേണം സഹായത്തിന് പറ. എന്റെ മക്കള് തിരക്കിലാണല്ലേ. ഇതൊക്കെ ജീവിതത്തിലെ ഒരു അനുഭവങ്ങളാണ് അച്ചു. മക്കള്, രക്തബന്ധം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതിനൊന്നും ഒരർത്ഥവും ഇല്ലടാ. വയസ്സുകാലത്ത് മക്കള് നമുക്ക് താങ്ങാകുമെന്ന് കരുതി നമ്മുടേതായിട്ടുള്ള എല്ലാവർക്കും കൊടുക്കുക. എനിക്ക് മനസ്സിലായി, നമുക്ക് നമ്മളെ ഉള്ളൂ. അച്ചു പൊയ്ക്കോ. എന്റെ മക്കള് തിരിഞ്ഞു നോക്കാത്തിടത്ത് നിനക്ക് എന്ത് കാര്യം? അല്ല, ഞാൻ പൊയ്ക്കോ. ഇവിടെ ആരും വരണ്ട, എനിക്കാരും കാണുകയും വേണ്ട. എന്നോടും ഭാനുവിനോടും ദയവുണ്ടെങ്കിൽ ദൈവം ഞങ്ങളെ പെട്ടെന്ന് വിളിക്കും.